റിയാസ് KMR പുതിയ എന്തോ വ്യത്യസ്തമായ ഒരു വിശേഷവുമായി അവിടെ തയ്യാറാണ്. റിയാസ്ക്ക, ഇത് എവിടെയാണ് ഈ നിൽക്കുന്നത്? ഞാനിപ്പോൾ പ്രൊജക്ട് എക്സിൻ്റെ സ്റ്റാളിലാണ്. അതായത് ലൈംഗികതയെക്കുറിച്ച് പഠിക്കേണ്ടത് അനിവാര്യമാണ്. ലൈംഗിക വിദ്യാഭ്യാസം അത് നമ്മുടെ ലൈംഗികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ചിന്താഗതികളുമൊക്കെ മാറ്റിമറിക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന, കുറച്ചുകൂടി നമ്മളൊരു നല്ല മനുഷ്യനാവുന്ന ഒരു അനിവാര്യത ആണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ചുരുക്കം ചിലരെങ്കിലും സമൂഹത്തിൽ അയ്യേ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അയ്യേ എന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല ഇത് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. നമ്മളിവിടെ ഈ സ്റ്റാളിലേക്ക് കയറുമ്പം തന്നെ ശ്രദ്ധിക്കാവുന്ന ഏറ്റവും നമുക്ക് കാണാവുന്ന ഒരു വാക്ക്, ഡാ അപ്പു സെക്സിനെ കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങിയോ? അയ്യോ ഇല്ലച്ച, അയ്യേ ഇല്ലച്ച, അതെന്നാടാ അങ്ങനെ ഒരു ടോക്ക്, അത് വല്ല മോശം കാര്യം, അയ്യോ അതല്ലച്ച എനിക്ക് നാണമാ എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട്. ഇതിൽ നാണിക്കാൻ എന്തുള്ളത്? സമഗ്രമായ ലൈംഗികത വിദ്യാഭ്യാസമല്ലേ എന്നുള്ളതാണ്. ഈ പ്രൊജക്ട് എക്സിനെ കുറിച്ച് ഇതിൻ്റെ അണിയറക്കാരായിട്ടുള്ള ആളുകൾ തന്നെ സംസാരിക്കുകയാണ്. എൻ്റെ പേര്? എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ കനൽ ഇന്നോവേഷൻസിൻ്റെ സീനിയർ പ്രൊജക്ട് കോർഡിനേറ്ററാണ്. പ്രോജക്ട് എക്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പും കനൽ എന്ന് പറയുന്ന കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു NGOയും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിലെ 50 സ്കൂളുകളിൽ 5530 കുട്ടികൾക്ക് സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിച്ചു. ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, ഈ വർഷം ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ 150 സ്കൂളുകളിൽ ഇപ്പോൾ 120 സ്കൂൾ കഴിഞ്ഞു 12,000-ലേറെ കുട്ടികൾക്ക് സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കുട്ടികൾ അവരുടെ ജീവിതത്തിലുണ്ടായ സെക്ഷൽ അബ്യൂസസിനെ പറ്റിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയും ഞങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനും അവർക്കൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ വരുന്ന കലോത്സവം കാണാൻ വരുന്ന നമ്മുടെ നാട്ടുകാർക്കായിട്ട് അത്തരത്തിൽ ഒരുപാട് പേർക്ക്, ഇപ്പം ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ മുതിർന്ന ആൾക്കാരായിക്കോട്ടെ, അപ്പോൾ അവർ വരുമ്പോൾ ഇതെല്ലാം പുതിയ അറിവാണ്, ആദ്യമായിട്ടാണ് പറയുന്നത്, ഇത്തരത്തിൽ കുഞ്ഞുനാളിൽ ആരും പറഞ്ഞു തന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് സന്തോഷം ഇത്തരത്തിലൊരു അവസരം ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചതിന്. എന്താ പേരെന്താ? ശ്രീചന്ദന. ശ്രീചന്ദന, ഞാൻ ഇവിടുത്തെ ആ ഒരു ഡയറിയിൽ കുറച്ച് അവസാനത്തെ വാചകം ഞാൻ കണ്ടു. ഒരുപാട് നന്ദി, ഇതുവരെ ആരും പറഞ്ഞു തരാത്ത അറിവ് പറഞ്ഞു തന്നെ, അല്ലേ? അതെ, പല സമയത്ത് നമുക്ക് സ്കൂളുകളിൽ പോയാലും അവർ പറയുന്നത്, പല ആൾക്കാർ അയ്യേ എന്ന് പറയുന്നത് ചേച്ചിയും ചേട്ടനും എത്ര കൂളായിട്ടാണ് പറയുന്നത്, ഇതിനകത്ത് ഇത്ര നാണിക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പലപ്പോഴും പാരൻസ് ആയാലും പറയുന്നത് ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അത് വളരെ അശ്ലീലം ചൊവയില്ലാത്ത തന്നെ ഭാഷയിൽ നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രോജക്ട് എക്സ് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം കൂടി. ഇതിന്റെ അണിയറക്കാരെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? ആദിത്യ. ആദിത്യ അല്ല, തിരുവനന്തപുരം. അതെ അതെ. ആദിത്യയുണ്ട്, ആതിരയുണ്ട്, ശ്രീചന്ദനയുണ്ട്, മാളവികയുണ്ട്, അനഘയുണ്ട്. ഇവിടെ എന്താ പേരെന്താ? അദ്വൈതുണ്ട്. ആയോ, അതെ, ഒരാളും കൂടി ഉണ്ടല്ലോ, ഒന്നിങ്ങി വന്നേ. എന്താ പേര്? അമലു. യെസ്, ഇത്രയും പേരാ ഉള്ളത് ഇവിടെ. ഈ സ്റ്റാളിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ പ്രായഭേദമന്യേ ആളുകൾ വരുന്നു, ഇവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, പുതിയ അറിവുകൾ നേടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനമായി എഴുതിയൊരു. തീർച്ചയായും റിയാസ്, ഇത്തവണത്തെ കലോത്സവത്തിന്റെ സ്റ്റാളുകളെ ഏറ്റവും പ്രത്യേകതമാക്കുന്നത് അത് തന്നെയാണ്. ശരിയായ ലൈംഗിക ബോധത്തിന്റെയും സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ പ്രസക്തി നമുക്കിപ്പോഴും വേണ്ടത്ര പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരിടത്താണ് ഈ കലോത്സവം പോലുള്ള ഒരു വേദിയിലൊക്കെ പ്രൊജക്ട് എക്സ് പോലുള്ള ഒരു സ്റ്റാള് അത്രയധികം പ്രാധാന്യമുള്ളതായി മാറുന്നത്. എന്തായാലും അവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു വെക്കുക. നമുക്ക്